സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെക്കുറിച്ചാണ്. ആ പദ്ധതിയിലെ ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടന്നു. ഇന്നലെ അവിടെ ആദ്യമായിട്ട് ഒരു മദർഷിപ്പ് കണ്ടെയ്നറുകളുമായി ആ തുറമുഖത്ത് എത്തി. വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചാണെങ്കിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ലോകത്തെ മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ദൂരം മാത്രമുള്ള ഒരു സ്വാഭാവിക തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അതുകൊണ്ട് തന്നെ വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. നിലവിൽ സിംഗപ്പൂരും കൊളംബോയിലും ഒക്കെ അടുത്ത് അവിടെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന കപ്പലുകളിൽ വലിയൊരു ശതമാനം വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം ഏത് വികസന പദ്ധതിയും ഉണ്ടാകുമ്പോൾ അതിന് സമാന്തരമായി ഉണ്ടാകുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നു. ഒപ്പം ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് ദീർഘകാലത്ത് എത്രത്തോളം ലാഭകരമാകും, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഏതാണ്ട് പദ്ധതിയുടെ 67% ഇൻവെസ്റ്റ് ചെയ്ത സംസ്ഥാന സർക്കാരിന് അതിന് ആനുപാതികമായ മെച്ചം അതുവഴി കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉയർന്നു കേൾക്കുന്നു. നമുക്കൊപ്പമുള്ളത് കേരളത്തിലെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ ജേക്കബ് ജോർജ് സാറാണ്. ഒരു പക്ഷേ ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള ഡെലിബറേഷൻസ് ആരംഭിക്കുന്ന കാലം മുതൽ അത് ഫോളോ ചെയ്യുകയും അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ പല വിധത്തിലുള്ള ഡെലിബറേഷൻസിൽ പങ്കെടുക്കുകയും ചെയ്ത കേരളത്തിലെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ, ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. കമ്മീഷനിങ് അധികം വൈകാതെ ഒരു 3 മാസത്തിനപ്പുറം കമ്മീഷനിങ് ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം വലിയ സാധ്യതകളാണ് ഈ പദ്ധതി തുറന്നിടുന്നത് എന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അത് തീർച്ചയായിട്ടും കേരളത്തിൽ വരുന്ന ഈ വിഴിഞ്ഞം പോർട്ട് തുറമുഖം ഇന്ത്യയിൽ ഇത്ര വലിയ ഒരു തുറമുഖം ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഏറ്റവും വലുത്, ആഴം കൊണ്ട് മാത്രമല്ല അതിന്റെ സ്ഥാനം കൊണ്ടുള്ള മികവും പരിഗണിക്കുമ്പോൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. അതുകൊണ്ട് തന്നെ അത് തുടങ്ങാനും ഒത്തിരി താമസിച്ചു, അത് രൂപകൽപ്പന ചെയ്യാൻ താമസിച്ചു, അതിന് രാഷ്ട്രീയമായിട്ടൊക്കെ ഒത്തിരിയും കടമ്പകൾ ഉണ്ടായി. പലരും അതിനകത്ത് കൈവച്ചു, പലരും പല രാഷ്ട്രീയ നേതാക്കളും പല ഭരണകൂടങ്ങളും അതിൽ പങ്കുണ്ട്. എങ്കിലും അത് തുടങ്ങുകയാണ്. അതിന്റെ ആദ്യത്തെ ചരക്ക് കപ്പലിന്റെ ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാ കഴിവുകളും അതിന്റെ എല്ലാ സംഭാവനകളും സ്വീകരിക്കാൻ കേരളം മാത്രമല്ല ഇന്ത്യ മഹാരാജ്യവും തയ്യാറാവുകയാണ്. ആ നിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അതേക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തന്നെ വലിയ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ഇതുപോലെ ഒരു തുറമുഖം ഇനി ഇന്ത്യയിൽ എവിടെയെങ്കിലും വരാനും സാധ്യതയില്ല. ഇന്ത്യ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഒരു തുറമുഖം, അന്താരാഷ്ട്ര തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ പ്രസക്തി അതിന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യേകതയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. നമ്മളിത് പറയുമ്പോൾ ഈ വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലായി അങ്ങനെ വർക്ക് ചെയ്യാനാണോ സാധ്യത കൂടുതൽ, അതോ കേരളത്തിന് അതുവഴി ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ കൂടുതൽ നടത്താൻ സാധ്യതയുള്ള വിധത്തിലേക്ക് അത് വികസിക്കുമോ? അത് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് അതൊരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. എന്ന് വെച്ചാല് വലിയ മദർഷിപ്പ് വഴി കണ്ടെയ്നറുകൾ ഇവിടെ എത്തുന്നു. ആ കണ്ടെയ്നറുകൾ മുഴുക്കുകയും അവിടെ ഇറക്കി വെക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക് പോകേണ്ട, പല തുറമുഖങ്ങളിലേക്കും പോകേണ്ട, ഇപ്പോ ഗുജറാത്ത് പോർട്ട്, മഹാരാഷ്ട്രയിലെ പോർട്ട്, മദ്രാസ്, കൽക്കട്ട, അങ്ങനെ വിവിധ കടൽ വഴി പോകേണ്ട സാധനങ്ങൾ ഇതൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് മദർഷിപ്പ് അങ്ങ് പോകും. പിന്നീട് ഫീഡർ വെസലുകൾ വന്നിട്ട് ഇതെടുത്തുകൊണ്ട് പോകും. കരമാർഗം പോകാനുള്ളതാണെങ്കിൽ വലിയ കണ്ടെയ്നർ ലോറികൾ വന്നിട്ട് അതെടുത്തുകൊണ്ട് ഇപ്പോ
കേരളത്തിന്റെ പല ഭാഗങ്ങളിലെ, തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലെ ലോറികളിൽ പോകേണ്ടത് അങ്ങോട്ട് പോകും. അതാണ് അതിന്റെ നമുക്ക് സാധാരണഗതിക്ക് പറയാവുന്ന ഓപ്പറേഷൻ. ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വലിയ കപ്പലുകളാണ് അവിടെ അടുക്കുന്നത്. ചെറിയ കപ്പലുകൾ വരുന്നത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി. പിന്നെ വരുന്നത് ചെറിയ കപ്പലുകൾ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. മദർഷിപ്പ് വന്നിട്ട് ഇതിനെ എല്ലാം കൂടി എടുത്തിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതാണ്. അതുകൊണ്ട് കയറ്റിറക്കിൽ നിന്ന് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ വകുപ്പാണ്. കയറ്റിറക്കുമതി, കസ്റ്റംസ്, തീരുവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിന്റെ അപ്പുറത്തേക്ക് കേരളത്തിന് എന്ത് നേട്ടം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അത് ഒരു വലിയ ഒരു താവളം, വലിയ ഒരു സാമ്പത്തിക കേന്ദ്രം കേരളത്തിന്റെ ഒരു ഭാഗത്ത് വിഴിഞ്ഞത്ത് തുറക്കുകയാണ്. അതുണ്ടാക്കുന്ന വികസന സാധ്യതകൾ അനന്തം തന്നെയാണ് എന്ന് ഇപ്പോൾ പറയാനും. ഇതിനൊരു ചുറ്റുപാട് ഉണ്ടാകേണ്ട അടിസ്ഥാന സൗകര്യ വികസനം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ ട്രയൽ റണ്ണിലേക്ക് വരുന്നു, കമ്മീഷനിലേക്ക് അടുക്കുന്നു. ഈ സമയത്ത് നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് നമ്മളുടെ ഒരു പരാധീനതയായിട്ട് ഇപ്പോഴും ഉണ്ടോ? അത് അടിസ്ഥാന വികസനം തുടങ്ങി വെച്ചിട്ടുണ്ട്, അതിലൊക്കെ പദ്ധതികളായിട്ടുണ്ട് എന്നല്ലാതെ ഒന്നും അങ്ങനെ പൂർത്തീകരിച്ചു എന്ന് പറയാറായി. അത് നമ്മുടെ ഒരു പ്രശ്നമാണ്, കേരളത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റോഡുകൾ, ഒത്തിരി റോഡുകളുണ്ട്. വിഴിഞ്ഞത്തേക്ക് പോകാൻ വളരെ അധികം റോഡുകളുണ്ട്. അതേപോലെ റെയിൽ സൗകര്യങ്ങൾ, കാരണം കണ്ടെയ്നറുകളൊക്കെ ട്രെയിനിൽ വേണം വരാൻ. ഇപ്പോൾ വിഴിഞ്ഞം വരെ തീവണ്ടി ഗതാഗതം അത് ശരിയായിട്ടില്ല, പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനെക്കാട്ടിലൊക്കെ പ്രധാനം ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു വ്യവസായ കേന്ദ്രമാകുമോ എന്നുള്ളതാണ് ചോദ്യം. സാധാരണ തൂത്തുക്കുടിയിലോ കോയമ്പത്തൂരിലോ അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉണ്ടാക്കുന്ന സാമഗ്രികൾ, അല്ലെങ്കിൽ മലേഷ്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ ഫീഡർ വെസലുകളിൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ, അതൊക്കെ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നിട്ട് കയറ്റുമതി ചെയ്യാനാണെങ്കിൽ അത് വേറൊരു ബിസിനസ്സാണ്. അത് അതൊരു വഴിക്ക് നടക്കും. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ വിഴിഞ്ഞം എത്ര കണ്ട് ഉപകാരപ്പെടും? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കേരളം സജ്ജമാണോ എന്ന് ചോദിച്ചാൽ വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന കേരളത്തിന് അതിൽ ഒരു പടിയും മുന്നോട്ട് പോകാനായിട്ടില്ല ഇതുവരെ എന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പോൾ ഇവിടെ പ്രതീക്ഷ ഉയർത്തുന്നത് ORR എന്ന പേരിൽ അറിയപ്പെടുന്ന ഔട്ടർ റിംഗ് റോഡ്. അത് ഒരു വ്യവസായ കേന്ദ്രമായിട്ട് ആ റിംഗ് റോഡിന് വിഴിഞ്ഞത്ത് നിന്ന് നാവായിക്കുളം വരെ എത്തുന്ന ഒരു റോഡ്, വിഴിഞ്ഞത്തിന്റെ ഒരു റിംഗ് റോഡാണ്. നഗരത്തെ തൊടാതെ ഇങ്ങനെ അരികിലൂടെ പോകുന്ന ഒരു ഗ്രാമീണ മേഖലകളിലൂടെ പോകുന്ന ഒരു വിശാലമായ ഹൈവേ. ആ ഹൈവേയുടെ രണ്ട് വശത്തും സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നു. അതാണ് അതിന്റെ ഒരു സങ്കല്പം. ആ നിലയിലേക്ക് അത് വളരണം. ആ റോഡിന്റെ ഒരു രൂപരേഖയൊക്കെ ആയിട്ടുണ്ട് എന്നല്ലാതെ അത് ഏറ്റെടുക്കാനോ അതിന്റെ സ്ഥലം ഏറ്റെടുക്കാനുമുള്ള നടപടിക്രമങ്ങളിലേക്ക് ശരിക്കും സർക്കാർ ഇതുവരെ നീങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിന്ന് സാമഗ്രികൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കയറ്റി അയക്കുക എന്ന് പറയുന്നത് ഇതൊരു ദൂരത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. കേരളത്തിന് പുറത്ത് ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും അവിടെയൊക്കെ തുറമുഖങ്ങളുണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലും അതിന് പുറത്ത് വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അവിടെയാണ് കൂടുതൽ പ്രൊഡക്ഷൻ പ്ലാന്റിൽ. അപ്പോൾ അവിടെ നിന്ന് സാമഗ്രികൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കയറ്റി അയക്കുക എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ അത്തരം സാധ്യതകളുണ്ടോ? അതോ കേരളത്തിൽ കൂടുതൽ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് തുടങ്ങാൻ ഈ സാധ്യത ഉപയോഗപ്പെടുത്താനായിട്ട്, വിഴിഞ്ഞത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താനായിട്ട് കേരളത്തിൽ കൂടുതൽ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് തുടങ്ങാൻ കമ്പനികൾക്കൊരു പ്രേരണ നൽകും ഈ പശ്ചാത്തല സൗകര്യം എന്ന് വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ ഈ ഫാക്ടറികൾ, നിർമ്മാണ കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ ഈ വിഴിഞ്ഞത്തിനടുത്തുണ്ടാകുകയാണ്
ഏറ്റവും നല്ലത്, ഉചിതം. അതാണ് നമുക്കിപ്പോൾ പറയാവുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഐഫോൺ, ആപ്പിൾ കമ്പ്യൂട്ടർ അമേരിക്കൻ സ്ഥാപനത്തിന്റെ ഐഫോൺ ഇന്ന് ലോക പ്രശസ്തമാണ്, വലിയ വിലയേറിയ ഒരു ഉൽപ്പന്നമാണ്. അതേസമയം വളരെ ജനങ്ങൾക്ക് അല്പം പൈസയൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ പ്രിയങ്കരമായ ഉൽപ്പന്നമാണ്. ഐഫോൺ ആഗോള തലത്തിലാണ് വിൽക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു നിർമ്മാണ കേന്ദ്രം ഇപ്പോൾ അവർ ചൈനയിലൊക്കെ ഉണ്ടാക്കുന്നത്. ചൈനയിലെ തുറമുഖം വഴി ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും അവർ എത്തിച്ചോളും. ഇന്നിപ്പോൾ വന്ന ചരക്ക് കപ്പലും ചൈനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഓർക്കണം. അപ്പൊ ചൈന ഒരു വലിയ വ്യവസായ രാജ്യമാണ്, വ്യാവസായികമായിട്ട് വളരെയധികം വളർച്ച നേടിയ രാജ്യമാണ്. അതേസമയം അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ, ഷിപ്പിംഗ് സൗകര്യങ്ങൾ വളരെ വളരെ ക്ഷേമമാണ്. അതുമായിട്ട് കമ്പീറ്റ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ ആ ഒരു കോമ്പറ്റീഷന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യ. ആ ഇന്ത്യ ഇങ്ങനെ ഒരു വലിയ ഗ്ലോബൽ മത്സരത്തിൽ, അന്താരാഷ്ട്ര മത്സരത്തിൽ എത്തുന്നത് കേരളത്തിലൂടെയാണ്, കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തിലൂടെയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് അജയ് പ്രസാദ്, അദ്ദേഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്. തിരുവനന്തപുരത്ത് നിന്ന് പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് അദ്ദേഹം കൽക്കട്ട IIM MBA എടുത്തു. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെ MIT അഡ്മിഷൻ കിട്ടി. അവിടെ അദ്ദേഹം എടുത്ത വിഷയം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് നമ്മളെ കേരളത്തിൽ എങ്ങനെയൊന്നും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുകാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ പുച്ഛമാണ്. പക്ഷേ ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് ഭൂപടത്തിൽ ഒരു വലിയ സ്ഥാനമുള്ള ഒരു പ്രധാനപ്പെട്ട യുവാവാണ് ഇന്ന് അജയ് പ്രസാദ്. അജയ് പ്രസാദ് തിരുവനന്തപുരത്ത് ആദ്യം അദ്ദേഹം പഠിച്ച് പാസ്സായ ഉടനെ തന്നെ ടോറസ് എന്ന കമ്പനി അദ്ദേഹത്തെ നിയോഗിച്ചു, അദ്ദേഹത്തെ എടുത്തു. അവരുടെ കമ്പനിയുടെ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറെ നിയമിച്ചു. അതിന്റെ ആദ്യത്തെ പ്രൊജക്ട് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ, പ്രസിദ്ധമായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെക്നോ പാർക്ക് എന്ന് പറയാവുന്ന IT കേന്ദ്രം, അവിടുത്തെ ഫേസ് 3 23ഓളം ഏക്കർ സ്ഥലം അവരെടുത്തിട്ട് സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോഴ് അവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, IT സ്പേസ് ഉണ്ടാക്കുന്നു, നോൺ IT സ്പേസ് ഉണ്ടാക്കുന്നു, എന്റർടൈൻമെന്റ് ഏരിയ ഉണ്ടാക്കുന്നു, ഇവൻ ഒരു വലിയ മോളും ഉണ്ടാക്കും. അപ്പോഴ് അജയ് പ്രസാദ് വരുമ്പോഴൊക്കെ, അമേരിക്കയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, ഇടയ്ക്ക് വരുമ്പോഴൊക്കെ എന്നെ വിളിക്കും, ഞങ്ങൾ കാണാറുണ്ട്, ഒരു ദിവസമൊക്കെ ഇരിക്കും, മിക്കവാറും ഇരിക്കുകയും ചെയ്യും. അപ്പൊ എന്നോട് പറഞ്ഞത്, ഐഫോൺ ഉണ്ടാക്കുന്ന കമ്പനിക്ക്, സ്ഥാപനത്തിന് ഒരു 100-120 ഏക്കർ സ്ഥലം വേണം. ഐഫോൺ നിർമ്മാതാക്കളെ ഇവിടെ വന്ന് സ്ഥലം തപ്പി നടക്കത്തൊന്നുമില്ല, അതിന് നമ്മള് ഏജന്റുമാരെ ഏൽപ്പിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് എന്ന് പറഞ്ഞാൽ 6-7 ഏജന്റുമാരുണ്ട്. അതിന്റെയൊക്കെ പേരുകൾ അവരുമ്പോഴൊക്കെ അജയ് പ്രസാദിന് അടുത്ത ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്, സുഹൃത്തുക്കളുമാണ് അതിന്റെയൊക്കെ ആൾക്കാർ. അപ്പൊ ഈ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് അവരെ ഏൽപ്പിക്കണം. അപ്പം പിന്നീട് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു, ഇതേ വിഷയം തന്നെ സംസാരിച്ചു. മുഖ്യമന്ത്രി വലിയ താല്പര്യം കാണിച്ചു. അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിനെ ചുമതലയേൽപ്പിച്ചു. അപ്പോ ORR, ഔട്ടർ റിംഗ് റോഡിന് 2 വശങ്ങളിലുമായിട്ടും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഗ്ലോബൽ ആവശ്യത്തിന് വേണ്ടി, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടി, വ്യവസായികൾക്ക് കൊടുക്കാൻ വേണ്ടി, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ചെറുതും വലുതുമായ വ്യവസായികൾക്ക് കൊടുക്കാൻ വേണ്ടി സ്ഥലം ഏറ്റെടുക്കുക. അത് ഡോക്ടർ KM എബ്രഹാം തന്നെ പറഞ്ഞത്, അവർക്ക് പെട്ടെന്നൊരു ഭാരമാകത്തില്ല, ഒന്നിച്ച വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. അത് ഭാവിയിലേക്ക് ഒരു നീണ്ടു പോകുന്ന ഒരു ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ സ്ഥലം കൊടുക്കാനുള്ളൊരു പദ്ധതിയാണ്, ഒരു ലാൻഡ് പൂളിംഗ് സമ്പ്രദായമാണ് ഗവൺമെന്റ് എടുക്കുന്നത്. അതിന്റെ ചർച്ചകളും അതിന്റെ പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും അത് ഉടനെ ആകും. പക്ഷെ അജയ് പ്രസാദ് ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മള് കേരളത്തിൽ ഒരു വിഴിഞ്ഞം പോർട്ട് സ്ഥാപിക്കുന്നു. നമ്മള് ഈ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി നമ്മുടേതായ ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി ഉണ്ട്, വലിയ തുകയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദാനി വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വത്താണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അവിടെ അതുകൊണ്ട് ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടാവണം,
പ്രത്യേകിച്ച് കേരളത്തിന് പ്രയോജനമുണ്ട്. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന അവിടെ ഒരു 15 കിലോമീറ്റർ പോയാൽ തമിഴ്നാട് അതിർത്തിയായി. അതിന്റെ അങ്ങപ്പുറത്തെ സ്ഥലങ്ങളൊക്കെ വളരെ വില കുറച്ച് കിട്ടും. തമിഴ്നാട് ആ പ്രദേശത്തൊക്കെ കന്യാകുമാരി ജില്ലയില് വളരെ വിലക്കുറവാണ് സ്ഥലത്തിനൊക്കെ. 10, 100, 500 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ ഒരു പ്രയാസവുമില്ല ഒരു വ്യവസായിക്ക്. അവിടെ സ്ഥലം കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കുറഞ്ഞ സ്ഥലമായിരിക്കും വ്യവസായികൾ എടുക്കുക. വ്യവസായികൾ, ഇതുപോലെയുള്ള വ്യവസായികൾ തമിഴ്നാട് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന് കിട്ടേണ്ടതായ വലിയ സാമ്പത്തിക പുരോഗതി ഇല്ലാതാകും. ഇതൊരു അപകടമാണ്. ഇതാണ് സംസ്ഥാന സർക്കാർ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അത് പറയുമ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെയും ഭൂമി അവൈലബിൾ ആക്കുകയും ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം, അതിന് ആ മേഖലകൾക്ക് സ്ഥലം സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുക്കുകയും അവിടേക്ക് നിക്ഷേപകരെ ആകർഷിക്കുകയും അതുവഴി ഒരു പ്രൊഡക്ഷൻ സെൻ്ററുകളൊക്കെ സ്ഥാപിക്കുന്ന അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ചുറ്റുപാടുകളിലുമായിട്ട്. അതെ, അങ്ങനെ ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കേണ്ടി വരും. ആദ്യം സ്ഥലം കണ്ടെത്തണം, സ്ഥലം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ സ്ഥല ഉടമയുമായിട്ട് കരാറിൽ ഗവൺമെന്റ് ഏർപ്പെടണം. അവർക്ക് ന്യായമായ വില നൽകണം. ലീസെങ്കിൽ ലീസ്, അതെന്താണെങ്കിലും അതിനൊരു വ്യവസ്ഥ ഉണ്ടാവണം. ആ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്, ആ ചുമതലയിലാണ് ഇപ്പോൾ ഒരു കമ്മിറ്റി ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ കെ.എം. എബ്രഹാം അദ്ദേഹം തന്നെയാണ് അതിന്റെ ചുമതല നോക്കുന്നത്. അത് അധികം താമസിക്കാതെ തന്നെ ഒരു ലാൻഡ് പൂളിംഗ് ഒരു പോളിസിയും ഒക്കെ തയ്യാറാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പറയുമ്പോൾ ഒരു കേരളത്തെ സംബന്ധിച്ച് ഭൂമി എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ്. തൊട്ടടുത്തടുത്തടുത്ത് വീടുകളുള്ള പ്രദേശങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കൽ എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ ടാസ്ക് ആയിരിക്കില്ല. ഇപ്പോൾ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ നമ്മൾ എത്ര വർഷം എടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമാവില്ല എന്ന തിരിച്ചറിവ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാവണം. അതെ, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ജനസാന്ദ്രത വളരെ കൂടിയ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ അടുത്തടുത്ത വീടുകള്, പ്രത്യേകിച്ച് റോഡരികിൽ നമ്മുടെ ആൾക്കാർ കൂട്ടമായിട്ട് താമസിക്കുന്നു. ഉൾനാട്ടിൽ കുറച്ചും കൂടെ ജനസാന്ദ്രത കുറവാണ്, ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇവിടെ വിഴിഞ്ഞത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തെ ചുറ്റി, ഒരുപക്ഷെ നിങ്ങള് കോഴിക്കോട്ട് ഇരിക്കുന്നവർക്കൊന്നും തിരുവനന്തപുരത്തിന്റെ ഒരു ജിയോഗ്രഫി അറിയണം എന്നില്ല. തിരുവനന്തപുരത്തിന് അവിടുന്ന് കുറെ 40 കിലോമീറ്റർ ഒക്കെ അകലെ വെമ്പായം, അതേപോലെയുള്ള സ്ഥലങ്ങളിലൂടെ കടന്ന് അങ്ങനെ വെങ്ങാനൂർ, അങ്ങനെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഉൾനാടുകളിൽ കൂടിയാണ് പോവുക. റോഡരികിലെ സ്ഥലത്തിന്റെ വില അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ വിഴിഞ്ഞം വന്നപ്പോഴത്തേക്ക് വലിയ വികസനത്തിന്റെ സാധ്യതകളുണ്ട്. ജനങ്ങളൊക്കെയും വളരെ വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ വലിയ പണം അവരുടെ സ്വത്തിന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത് ഗവൺമെന്റ് അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ പറയുമ്പോഴേ ഇപ്പം വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന മത്സ്യത്തൊഴിലാളികൾ, അവർ നടത്തിയ സമരങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ എന്താ പറയുക, അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ആവശ്യത്തിന് പുനരധിവാസ സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ ഉണ്ടായില്ല എന്ന പരാതിയുണ്ട്. മുതലപ്പുഴയിൽ അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു, മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ള പരാതിയുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഈ പുലിമുട്ട് നിർമ്മിച്ചതോടെ ചില ഭാഗത്ത് തീരമില്ലാതായി, മറ്റു ഭാഗത്ത് മണ്ണടിഞ്ഞു കൂടി, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇത്തരം പ്രശ്നങ്ങളെ കൂടെ സമഗ്രമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. ഇതിന് പല പല കാലങ്ങളിലായിട്ട് പല പല പദ്ധതികൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഒരു ഗ്രാൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റായി മാറ്റുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? അല്ല, മത്സ്യത്തൊഴിലാളികളെ, അവരുടെ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു വികസന പദ്ധതിക്കും ഇവിടെ വളരെ വേഗത്തിൽ വളരാനാവില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. മത്സ്യത്തൊഴിലാളികൾ അടിസ്ഥാന തൊഴിലാളികളാണ്. അവരുടെ തൊഴിൽ തന്നെ വലിയ വെല്ലുവിളി നിറഞ്ഞതാണ്. അതിലൂടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെ ശാസ്ത്രീയമായിട്ട് പരിഹരിക്കാം. അവരുടെ സ്ഥലം ഒത്തിരിഞ്ഞ പോർട്ടിന് വേണ്ടി പിന്നീട് പലപ്പോഴും പലയിടത്തും
ഈ തുറമുഖം വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പലയിടത്തും കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. അത് കാലാവസ്ഥ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വിഷയമാണ്, അതിനെയൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കണം. പക്ഷെ ഇവിടെ ആത്യന്തികമായിട്ട് ഈ തുറമുഖത്ത് മാത്രമല്ല, ചുറ്റുമും ഉണ്ടാകുന്ന വ്യവസായങ്ങളിലും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മക്കൾക്ക് മതിയായ നൈപുണ്യ പരിശീലനം നൽകി അവരെ ജോലിക്കെടുക്കാൻ കഴിയുന്ന കാര്യവും ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെയും ആലോചിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മത്സ്യത്തൊഴിലാളികൾ എന്നും മത്സ്യത്തൊഴിലാളികളായിട്ട് പിന്നെ കഴിയണം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അവർക്ക് അടിസ്ഥാന വർഗമാണവർ. അവരുടെ മക്കൾക്ക്, അവരുടെ പുതിയ തലമുറയ്ക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടുന്ന തരത്തിൽ, അറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തെ തീരപ്രദേശത്ത് നിന്ന് വിമാനം ഓടിക്കുന്ന പൈലറ്റുമാർ വരെ ഉണ്ട്, തീർന്നിട്ടുണ്ട്. വലിയ IT വിദഗ്ധരുണ്ട്, വ്യവസായികളുണ്ട്, വലിയ ഗൾഫിലൊക്കെ വലിയ വലിയ ബിസിനസ് നടത്തുന്നവരുണ്ട്. അവരൊന്നും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളല്ല. ആ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിൽ ജനിച്ചു വളർന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് തീരവുമായിട്ടുള്ള ബന്ധം. അതേപോലെ പുതിയ തലമുറ തീർച്ചയായിട്ടും അവർക്കൊരു വലിയ സാഹചര്യം ഒരുക്കുന്നതിൽ സർക്കാരും അദാനി പോർട്ടും അവർ മുൻകൈയെടുക്കണം. അവർക്ക് വേണ്ടത്ര പരിശീലനം നൽകണം, നല്ല വിദ്യാഭ്യാസം നൽകണം. ഇപ്പൊ തന്നെ ഒരു CSR ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ട് ഇത്രയും വലിയ വരുമാനം വരുമ്പോൾ അതിന്റെ ഒരു നല്ല ശതമാനം തന്നെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ചുറ്റുമുള്ള സമൂഹത്തിന്റെ കമ്മ്യൂണിറ്റിയുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും അതിന് ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുക്കുകയും വേണം. റൈറ്റ്. ഇത് ഈ പദ്ധതിയുടെ ഈ ട്രയൽ റണ്ണിലേക്ക് വരുമ്പോൾ ചില പഴയ കാര്യങ്ങൾ കൂടി മുമ്പിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ പദ്ധതിയുടെ കരാറിലുണ്ടായ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉയർത്തിയ വിമർശനങ്ങൾ, സംസ്ഥാന സർക്കാർ 67% നിക്ഷേപം നടത്തുമ്പോൾ അതിൻ്റെ എന്താ പറയുക, PPP മോഡൽ നടപ്പാക്കുന്ന പ്രൈവറ്റ് ഏജൻസിക്ക് അദാനി പോർട്സ് ലിമിറ്റഡിന് അവർക്ക് അവരുടെ നിക്ഷേപവും പലിശയും തിരിച്ചെടുക്കാനുള്ള സമയപരിധി 30 വർഷമാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് PPP പ്രോജക്റ്റുകൾ. പക്ഷേ ഇവിടെ 40 വർഷം നൽകിയിരിക്കുന്നു. അത് അധികമാണ്. അതുവഴി കേരളത്തിന്, സംസ്ഥാന സർക്കാരിന് ഒരു 30,000 കോടി രൂപ നഷ്ടമാകും എന്നുള്ള വിമർശനം C&AG ഉന്നയിച്ചിരുന്നു. അങ്ങനെ പല നിലയ്ക്ക് ഈ സർക്കാർ ഏറ്റെടുത്തു കൊടുത്ത ഭൂമി പണയം വെച്ച് വായ്പ എടുക്കാൻ അദാനി ഗ്രൂപ്പിന് അനുവാദം കൊടുത്തു. ഈ 40 വർഷം കഴിഞ്ഞു പോലും നിക്ഷേപത്തിൻ്റെ 15% അദാനി പോർട്ടിന് കിട്ടുമ്പോൾ കൂടുതൽ നിക്ഷേപിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന് ഏതാണ്ട് 3.75% നിക്ഷേപത്തിൻ്റെ 3.75% മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. ഇങ്ങനെ ആനുവലി തിരിച്ചു കിട്ടുള്ളൂ. ഇങ്ങനെ പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ C&AG ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ കരാർ ഉണ്ടാക്കിയത് അദാനിക്ക് കൂടുതൽ ഗുണം നൽകുന്ന വിധത്തിലാണ് എന്നൊരു ആക്ഷേപം നിലനിന്നിരുന്നു. അപ്പോൾ ലോങ് റണ്ണിൽ ഇത്തരം കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കും എന്ന് കരുതുന്നുണ്ടോ? അത് ഒരു വിഷയം തന്നെയാണ്. കരാർ എപ്പോഴും കരാർ തന്നെയാണ്. കരാറിലെ വ്യവസ്ഥകൾ അതൊക്കെ വലിയ പ്രഗത്ഭരായ അഭിഭാഷകർക്ക് കൂടി ഉണ്ടാക്കിയെടുത്തതായിരിക്കും. സർക്കാർ ഇതിൽ നിന്ന് കിട്ടുന്ന നേരിട്ടുള്ള ലാഭം അതിനേക്കാൾ ഉപരി സംസ്ഥാനത്തിന് സ്വന്തമായിട്ട് ഒരു പോർട്ട് ഉണ്ടാക്കി കിട്ടുന്നു. സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇത്ര വലിയ ഒരു വാണിജ്യ കേന്ദ്രം പടുത്തുയർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയൊക്കെ പണം കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഒരു സർക്കാരിന് തന്നെയല്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കാലത്ത് സർക്കാരല്ല ഒരു കച്ചവട സ്ഥാപനം, ഒരു എയർപോർട്ട് ഒക്കെ നടത്തേണ്ടത്. അതിന് യോഗ്യതയുള്ള, പരിചയമുള്ള സ്വകാര്യ ഏജൻസികളെ ഏർപ്പെടുത്തുകയാണ് ഉചിതം. ഒരു PPP മോഡൽ എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് കരാർ സ്വകാര്യ ഏജൻസികൾ എപ്പോഴും അവരുടെ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരം കരാറുകളൊക്കെ ഉണ്ടാക്കുക. സ്വാഭാവികമായിട്ടും ഈ കരാറിലും ഇതുപോലെയുള്ള വ്യവസ്ഥകൾ ഉണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്ത് ആത്യന്തികമായിട്ട് ഇതൊരു പൊതുസ്ഥാപനം. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്ഥാപനം. അത് ഉയർത്തുന്ന സാധ്യതകൾ, നമുക്ക് കേരളത്തിന്റെ ഒരു പ്രശ്നം, ഇതുപോലെയുള്ള സാധ്യതകൾ ഉയർന്നു വരുന്നത് വളരെ കുറവാണ്.
ഇപ്പം കൊച്ചി വിമാനത്താവളം വന്നപ്പോഴത്തേക്ക് അതുവരെയും അത് എറണാകുളത്ത് എയർഫോഴ്സിന്റെ ഒരു കൊച്ചി വിമാനത്താവളമായിരുന്നു, അന്തർദേശീയ വിമാനത്താവളമായിട്ട് പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാ വിമാനത്താവളം വന്നപ്പോഴത്തേക്ക് അതിന്റെ സാധ്യതകൾ ഇന്ന് മാത്രം ഉയർന്നു, അതിന്റെ കയറ്റുമതി വർദ്ധിച്ചു, ജനങ്ങളുടെ യാത്ര എളുപ്പമായി. ഒരു വലിയ വിഭാഗം ഇന്ന് കേരളത്തിന്റെ തന്നെ ഒരു വിമാനത്താവളമായിട്ട് പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനമായിട്ട് കൊച്ചി വിമാനത്താവളം മാറി. അപ്പോൾ വിഴിഞ്ഞം എന്നൊരു സാധ്യത ഇന്ന് യാഥാർത്ഥ്യമായിരിക്കും. അതിന്റെ ഇനിയുള്ള വികസന സാധ്യതകൾ നാടിന്, നാട്ടുകാർക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടും എന്നുള്ളതൊക്കെ അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് കൂടി ഗവൺമെന്റാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം മാത്രമല്ല, അതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു സ്ഥാപനം ഉയർത്തുന്ന സാധ്യതകൾ അത് അങ്ങേയറ്റം ഉപയോഗിക്കാനുള്ള കഴിവ് കൂടി സർക്കാർ ഉപയോഗിക്കണം. അവിടെയാണ് സർക്കാരിന്റെ മിടുക്ക് എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ ഇതിൻ്റെ ട്രയൽ റെൻ്റ് ഉദ്ഘാടനമൊക്കെ നടക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ. ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ 1990-കളിൽ 91, 96 കാലഘട്ടത്തിൽ കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് ആദ്യമായിട്ട് ഇതൊരു സീരിയസ് കാര്യമായിട്ട് ഉയർന്നു വരുന്നത്, വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച്. അതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊരു ചർച്ചകളൊക്കെ നടക്കുന്നത് ഇതൊരു ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലേക്ക്, സജീവ പരിഗണനയിലേക്ക് വരുന്ന ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ ഈ എന്താ പറയുക അവകാശവാദത്തിൻ്റെ അടിസ്ഥാനം? ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് ഒരു വാചകം പോലും മുഖ്യമന്ത്രി പറഞ്ഞില്ല. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചുറ്റിക്കളിച്ച് പോകുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം? അതങ്ങനെ പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മാറി മാറി വരുന്ന സർക്കാരുകളാണ് ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ, ഏത് ജനാധിപത്യത്തിന്റെ ആണെങ്കിലും ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. അതാത് സമയത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകളാണ് ഭരിക്കുന്നത്. അപ്പോഴേ ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി തുടങ്ങി വെച്ചാൽ അടുത്ത ഗവൺമെന്റ് ആയിരിക്കും അത് പൂർത്തീകരിക്കുക. അടുത്ത ഗവൺമെന്റ് വ്യത്യസ്തമായിരിക്കാം, രാഷ്ട്രീയം മാറും, നിറം മാറും, പൊടി മാറും, നേതാക്കൾ മാറും. അപ്പോഴത് ഏറ്റെടുത്ത് നടത്തുക, അതിന്റെ മുന്നോട്ട് കൊണ്ടുപോവുക, അതുകൊണ്ട് പരമാവധി ഗുണമുണ്ടാക്കുക എന്നുള്ളത് പുതിയ ഗവൺമെന്റ് വെച്ച് മതിയാവും. ഇവിടെ രാജഭരണകാലത്ത് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ്, അതായത് തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജാവിന്റെ കാലത്ത് തന്നെ CP രാമസ്വാമി അയ്യർ ഈ തുറമുഖത്തിന്റെ, ഇങ്ങനെ ഒരു തുറമുഖത്തിന്റെ ആവശ്യം, പ്രസക്തിയൊക്കെ പഠിച്ചിരുന്നു. അതേക്കുറിച്ചൊക്കെ ഒരു സർവേ നടന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് സർ CP അറിയാമല്ലോ, ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ ആയിരുന്നു അദ്ദേഹം. അതിനൊക്കെ ആലോചിച്ചതാണ്. ഇംഗ്ലണ്ടിൽ ഒരു 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 തുറമുഖത്തെ അത് ഏൽപ്പിച്ചതുമാണ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഏറ്റെടുത്ത് നടത്തണം എന്നൊക്കെ പറയാം. കാരണം എപ്പോഴും ആഗോള രംഗത്ത് തന്നെ ആഴം, തുറമുഖത്തിന് വലിയ നാച്ചുറലായിട്ടുള്ള ആഴം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ വലിയ കപ്പലുകൾക്കും, മദർഷിപ്പ് പോലെയുള്ള വലിയ കപ്പലുകൾക്കും, കൂറ്റൻ കപ്പലുകൾക്കും വളരെ അനായാസം അടുത്ത് വരാൻ കഴിയണം. അതാണ് അതിന്റെ പ്രത്യേകത. കൊച്ചി പോർട്ടാണെങ്കിൽ കൂടെ കൂടെ നമ്മൾ ഡ്രഡ്ജിങ് നടത്തിയ അടിഞ്ഞുകൂടുന്ന മണ്ണിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം, എങ്കിലേ ആഴം നിലനിർത്താൻ കഴിയും. അതാണ് ഒരു പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് 1991 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ MV രാഘവനാണ് ഇത് ബുക്ക് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു അദാനി. അദാനിയല്ല, അദാനി ചിത്രത്തിൽ അത് ഒരു മലേഷ്യൻ എന്ന് തോന്നുന്നു ഒരു കുമാർ ഗ്രൂപ്പിനെ അത് ഏർപ്പാട് ചെയ്തു. പിന്നെ അവര് പിന്മാറി. അദാനിയും അതിനകത്ത് ചെറിയ രാഷ്ട്രീയമുണ്ട്. അദാനിയും പിന്മാറിയിരുന്നു. അദാനിയും ഒക്കെ എടുത്തു, പക്ഷെ അവര് പിന്മാറി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അത് ഉമ്മൻചാണ്ടി ആകെ വിഷമിച്ചു പോയി. ഇനി എന്ത് ചെയ്യും? അനിശ്ചിതത്വത്തിലായി. കാരണം അതിനകത്ത് ഒത്തിരി രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഒത്തിരി കണ്ണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും അദാനിയെ സോണിയാഗാന്ധിക്ക് ഇഷ്ടമായിരുന്നില്ല. അന്ന് ഭരണം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. സോണിയാഗാന്ധിയും അദാനിയും രാഷ്ട്രീയമായിട്ടൊന്നല്ല, അതിനകത്ത് അത്ര യോജിപ്പില്ലായിരുന്നു. ആ സമയത്ത് അദാനിയെ കൊണ്ടുവരിക എന്നുള്ളത് കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിക്കും പ്രശ്നമായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി അദാനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. സോണിയാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം അവഗണിച്ചു. അദ്ദേഹം പക്ഷേ വരുന്നില്ല എന്ന് തീർച്ചയായി. ആ സമയത്താണ് ഒരു ദിവസം KV തോമസ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച ഇക്കാര്യം. ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ ചെന്നപ്പോഴത്തേക്കും ശരിക്കും ആ വിമാനത്തിൽ തന്നെ KV തോമസും ഉണ്ടായിരുന്നു.
കെ വി തോമസും ഉമ്മൻചാണ്ടിയും. അപ്പോൾ ഉമ്മൻചാണ്ടി യാത്രാമധ്യേ കെ വി തോമസ് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അദാനിയെ ഞാൻ ക്ഷണിക്കാം, രഹസ്യമായിട്ട് എന്റെ വീട്ടിൽ, ഔദ്യോഗിക വീട്ടിൽ നമുക്ക് അദ്ദേഹവുമായിട്ട് ഇരുന്ന് സംസാരിക്കാം, വേണമെങ്കിൽ ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ട ആൾക്കാരെ ഒന്ന് വിളിച്ചാല് നാളെ തന്നെ ഞാൻ ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞു. കെ വി തോമസും ഗൗതം അദാനിയും ഒക്കെ നല്ല സൗഹൃദവും. കെ വി തോമസിന്റെ ഒരു പ്രത്യേകത അതാണ്, അദ്ദേഹം കൊച്ചി പോർട്ടിന്റെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന സമയത്ത് തന്നെ ഈ ഗൗതം അദാനി കൊച്ചി പോർട്ടിൽ വരുമായിരുന്നു പണ്ട് കാലത്ത്. ഒന്നും അദാനി ആയിട്ടില്ല. ആ ബന്ധത്തിന്റെ പേരിൽ കെ വി തോമസ് അദാനിയെ ക്ഷണിച്ച് വീട്ടിലേക്ക്. അപ്പൊ അദാനി ആദ്യം പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരോടൊന്നും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വരുന്നില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ പറഞ്ഞു, നിങ്ങൾ വരണം, ഒരു സൗഹൃദ സംഭാഷണത്തിലാണ് എന്നും പറഞ്ഞിട്ട് വിളിച്ച് അദ്ദേഹം വന്നു. അപ്പോഴത്തേക്ക് ചീഫ് സെക്രട്ടറി തുടങ്ങിയവരൊക്കെ ഡൽഹിയിലെത്തി. അവരെല്ലാം കൂടെ സംസാരിച്ചു. ആ സംസാരമാണ്, അത് രഹസ്യമായിരുന്നു, പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സോണിയാഗാന്ധി അറിഞ്ഞു, കെ വി തോമസിനോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു സംസാരത്തെ തുടർന്നാണ് വിട്ടുപോയ അദാനി ശരി എന്നാ നോക്കാം വിഴിഞ്ഞത്തേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് പിന്നീട് 2016 പിണറായി വിജയൻ സ്ഥാനമേറ്റു, മുഖ്യമന്ത്രിയായി. അദ്ദേഹം അത് പൂർവാധികം ശക്തിയോടുകൂടി കൊണ്ടുപോയി. ഞാനൊരു കാര്യം പറയാം, ഒരു പദ്ധതി അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നതിൽ പിണറായി വഹിച്ച പങ്ക് സാധാരണ പദ്ധതി ഇതുപോലെയുള്ള ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിലാണെങ്കിലും, കൂടംകുളത്ത് നിന്നുള്ള വൈദ്യുതിയുടെ കാര്യത്തിലാണെങ്കിലും, റോഡുകളുടെ നിർമ്മാണത്തിലാണെങ്കിലും, ഭരണാധികാരി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ ഒരു വലിയ ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്. ആ ഒരു ശുഷ്കാന്തിയും പിണറായി വിജയൻ നേതാവായി എന്നതിന്റെ പ്രത്യേകതയും ഈ വിഴിഞ്ഞം പോർട്ട് ഇത്ര വേഗത്തിൽ തീർക്കുന്നതിന് ഘടകമായിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആരാണ് ഇതിന്റെ ശരിക്കുള്ള പൈതൃകം, ആർക്കാണ് എന്നുള്ളത് ചോദ്യത്തെക്കാൾ ഇത് കേരളത്തിന്റെ സ്വത്താണ്, കേരളം ഉണ്ടാക്കിയതാണ്, കേരളത്തിന്റെ പൊതുമുതലാണ് വിഴിഞ്ഞം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഉചിതം എന്ന് പറയട്ടെ. റൈറ്റ്. അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ എന്താ പറയുക, വലിയൊരു അവസരം അന്താരാഷ്ട്ര മറ്റ് പല പ്രശ്നങ്ങൾ, കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഭൂമിയുടെ അവൈലബിലിറ്റി, മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങൾ, തീരദേശ ജനതയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന, ഇതൊക്കെ നടക്കുമ്പോൾ പോലും വലിയൊരു സാധ്യത വിഴിഞ്ഞം തുറമുഖം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു. അത് നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇരിക്കുന്നത്. അതെ, ഇനിയുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിൻ്റെതാണ്, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ്. ഈ വിഴിഞ്ഞം പോർട്ട് എങ്ങനെ കേരളത്തിന് സഹായകമാകും? കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്ത് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഒരു വലിയ വിശാലമായ പ്രദേശത്ത് അതിനെ എങ്ങനെ ഒരു വ്യാവസായിക കേന്ദ്രമായി, വ്യവസായങ്ങളുടെ കേന്ദ്രമായിട്ട് മാറ്റാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അതാണ് കേരളത്തിന്റെ വെല്ലുവിളി, കേരളത്തിലെ ഭരണാധികാരികളുടെ വെല്ലുവിളി തീർച്ചയായിട്ടും. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഈ ഘട്ടത്തിൽ ഇൻസൈറ്റിനോട് സംസാരിച്ചതിന്. വിഴിഞ്ഞം തുറമുഖം വലിയ സാധ്യതകൾ കേരളത്തിന് തുറന്നിടുന്നു, അതോടൊപ്പം തന്നെ വലിയ വെല്ലുവിളികൾ അതിന് സമാന്തരമായി നമ്മുടെ മുമ്പിലുണ്ട് താനും. വലിയൊരു ജനസമൂഹത്തിൻ്റെ അതിജീവനത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയോ അവരുടെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.